ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കല്ലുമ്മക്കായ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ചെയ്തെടുക്കാം. എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി 1 കിലോ കല്ലുമ്മക്കായ ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പുഴുങ്ങിയെടുത്തതാണ്. അതിനുശേഷം അതിൽ നിന്നും പുഴുങ്ങി കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ വളർന്നു വരും. അപ്പോൾ അത് മാറ്റിയിട്ട് ഈ ഒരു ചെറിയൊരു വേസ്റ്റ് പാർട്ടുണ്ട്, അതൊന്ന് കട്ട് ചെയ്ത് കളയുക. അതേപോലെ ഈ ബ്ലാക്ക് കളറുള്ളതും അതിൻ്റെ വേസ്റ്റാണ്, അതും ഇതേപോലെ കട്ട് ചെയ്ത് കളയാം. ബ്ലാക്ക് കളറിലെല്ലാം നന്നായിട്ട് വൃത്തിയാക്കുക. അതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്താൽ മതി. അപ്പം നല്ല ക്ലീനായിട്ട് കിട്ടും. ഇതറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. മലബാറിലുള്ളവർക്കൊക്കെ കല്ലുമ്മക്കായ പരിചയമാണ്, പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് വിട്ടാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കല്ലുമ്മക്കായ കിട്ടാൻ. അതിന് ശേഷം നമുക്ക് കഴുകിയെടുത്തതിന് ശേഷം മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നിറച്ച് മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് സമയമുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ വെച്ചാൽ നല്ലതായിരിക്കും. ശേഷം റോസ്റ്റിന് വേണ്ടി 2 മീഡിയം സൈസ് സവാളയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, 1/2 തക്കാളിയും കുറച്ച് കറിവേപ്പിലയാണ് എടുത്തത്. നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച കല്ലുമ്മക്കായ ഒന്ന് ആദ്യം ഫ്രൈ ചെയ്യുക. ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. അതിലേക്ക് ചൂടായി വരുമ്പോൾ നമുക്ക് കല്ലുമ്മക്കായ ഇട്ട് കൊടുക്കാം. അത്യാവശ്യം ഒന്ന് നല്ല ക്രിസ്പി ആവണ വരെ ഫ്രൈ ചെയ്തെടുക്കണം. ചെറുതായിട്ടൊന്ന് ശാലോ ഫ്രൈ ചെയ്താൽ പോരാ, കുറച്ചൊന്ന് ഇങ്ങനെ ക്രിസ്പി ആവണം. അപ്പോഴാണ് റോസ്റ്റിൽ ടേസ്റ്റ് ഉണ്ടാവുക. ഒന്ന് തിരിച്ചു മറിച്ച് വിട്ടിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓൾറെഡി നമ്മൾ പുഴുങ്ങിയപ്പം കുക്കായതാണ്, പക്ഷേ എന്നാലും ഒന്നും കൂടെ ഒന്ന് മുരിച്ചെടുത്തതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണയിൽ നിന്ന് മാറ്റി വെക്കാം. ഒരുപാട് ക്രിസ്പി ആവരുത്, എന്നാലും കുറച്ചൊന്ന് ക്രിസ്പി ആവണം. അതിന് ശേഷം സെയിം വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള കൂടെ ചേർത്ത് കൊടുക്കാം. വേറെ ഓയിലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയിൽ തന്നെ നമുക്കിത് റോസ്റ്റ് ഉണ്ടാക്കാം. അതിനാണ് ഞാൻ നല്ലൊരു ഫ്ലേവറുള്ള വെളിച്ചെണ്ണ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വരണം. ഒരു 1-2 മിനിറ്റൊക്കെ നമുക്ക് അടച്ചു വെക്കുമ്പോൾ തന്നെ നന്നായിട്ട് വരും. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഉള്ളിയൊക്കെ അത്യാവശ്യം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതാണ്. ചെറിയൊരു കഷ്ണം ഇഞ്ചി മതി. ഈ ഒരു അളവിലൊക്കെ ഉണ്ടാക്കുമ്പം ഒരു 4 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തത്. കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഫ്ലേവർ ആവും മുന്നിട്ട് നിൽക്കുക. അതുകൊണ്ട് തന്നെ കുറച്ച് ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് ചതച്ചിട്ട് ചേർക്കുക. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി എല്ലാം നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഒരു 1/2 കഷ്ണം തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ചെറുതാണെങ്കിൽ 1 ചേർക്കാം, വലുതാണെങ്കിൽ 1/2 കഷ്ണം ചേർത്താൽ മതിയാവും. നന്നായിട്ട് ഒന്നും കൂടെ വഴറ്റി ആ തക്കാളി ഒന്ന് നന്നായിട്ട് കുക്കായിട്ട് വരണം. 1-2 മിനിറ്റ് കഴിയുമ്പോൾ തക്കാളി കുക്കായി വന്നിട്ടുണ്ട്. തക്കാളി ഇങ്ങനെ ഇപ്പോഴത്തെ തക്കാളിയൊക്കെ കുറച്ച് എത്ര കുഴഞ്ഞാലും ഇങ്ങനെ കഷ്ണമായിട്ട് നിൽക്കും. ഒന്നിങ്ങനെ അതേപോലെ ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ അതിലേക്ക് മിക്സായി കിട്ടും. നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, ഇത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്നും കൂടെ വഴറ്റിയെടുക്കാം. പെരിഞ്ജീരകം പൊടിച്ചത് ചേർക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാവും, അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യാതെ ചേർക്കണം. നന്നായിട്ടൊന്നും കൂടെ വഴറ്റിയതിന് ശേഷം 1 മിനിറ്റ് നേരം കൂടെ നമുക്കൊന്ന് മൂടി വെക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കല്ലുമ്മക്കായയിൽ ഉപ്പിട്ടതാണ്, നമുക്ക് ശ്രദ്ധിച്ചിട്ട് ഉപ്പ് ചേർക്കാവൂ. അതിന് ശേഷം റെഡിയായ റോസ്റ്റിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കല്ലുമ്മക്കായ ഇട്ട് നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക. നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഉള്ളിയിലൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു 1-2 മിനിറ്റ്
വെക്കണം. സ്ലോ ഫ്ലെയിം മാത്രമേ ചെയ്യാവൂ, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോവും. എൻ്റെ ഈ ചട്ടിയിലൊക്കെ നല്ല ഇതിൽ റോസ്റ്റൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു അയൺ പാനാണ്, എന്നാലും അടിയിലൊന്നും പിടിക്കില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തതൊക്കെ ഉണ്ടാക്കാൻ നല്ലൊരു പാനാണിത്. നന്നായിട്ട് തട്ടിപ്പൊത്തി വെച്ചിട്ട് അതിന് ശേഷം കുറച്ച് മല്ലിയില കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയിലൻ്റെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചേർക്കാം. നന്നായിട്ടൊന്ന് മൂടി വെച്ച് ഒന്ന് 2 മിനിറ്റ് ഒന്ന് ആവി കയറാനായിട്ട് വെയിറ്റ് ചെയ്യണം. അതിലേക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ലാസ്റ്റ് ചേർത്തിട്ടുണ്ട്. കുറച്ചും കൂടെ മല്ലിയില ചേർത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ലൊരു റോസ്റ്റാണിത്. ചപ്പാത്തി, പത്തിരി എല്ലാറ്റിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള റോസ്റ്റാണ്. അപ്പം കല്ലുമ്മക്കായ വാങ്ങുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.